സമൂഹത്തെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു വരുവാണല്ലോ എന്ന് ഞാനിത് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ആലോചിച്ചു. ഞങ്ങൾ കൊല്ലം ജില്ലക്കാർക്ക് ഒരു നാണക്കേടില്ല കേട്ടോ. ഞങ്ങൾ അടുത്തറിയാത്തവർ ഇങ്ങനെ പല പോക്കൃത്തരവും പറയും. ഇതിന്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. വെറും പപ്പടത്തിനോ ഐസ്ക്രീമിനോ മാത്രമൊന്നും ആയിരിക്കത്തില്ല ഇതിൽ അടി ഉണ്ടായിരിക്കുന്നത്. ഇതിന് മുന്നേ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതടക്കം നിങ്ങൾ ഒരു വാർത്ത കൊടുക്കുക. അതൊരു മാന്യതയാണ്. അല്ലാണ്ട് കൊല്ലം ജില്ലയിൽ ഒരു ഐസ്ക്രീമിന് പള്ളിമുക്കിൽ അടി ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ ഒരു ത്വരയുണ്ടാവും. കാരണം കൊല്ലമെന്നല്ലേ, നിങ്ങൾക്ക് വേണ്ട ഉദ്ദേശം റീച്ചാണ്, അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് നമ്മളുടെ ജില്ലയിൽ മാത്രം നടക്കുന്ന ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് കേൾക്കണോ എക്സാമ്പിൾസ്? എന്താണ് കേട്ടോ? തൃശൂർ കൊടുങ്ങല്ലൂരിൽ കല്യാണ സൽക്കാരത്തിന്റെ ഒരു കൂട്ടത്തല്ലേ. തൃശൂർ മുറ്റച്ചൂരിൽ വീടുകൾക്ക് നേരെ നാടൻ ബോംബ് പറഞ്ഞ് ആക്രമണം നടത്തിയ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. തൃശൂർ ചെറുതുരുത്തിയിൽ വിവാഹത്തിനിടെ സംഘർഷമുണ്ടായി. കല്യാണത്തിന് വന്നവരും നാട്ടുകാരും തമ്മിലാണ് സംഘർഷം. തൃശൂരിൽ 16-കാരനാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഉത്സവത്തിന്റെ കാലിൽ ചവിട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണം. ഇതൊരു ജില്ലയുടെ പ്രശ്നമൊന്നുമല്ല. കൊല്ലം ജില്ലക്കാർ നിങ്ങളെ കണ്ടാ ഉടനെ വെട്ടിക്കൊല്ലുന്ന ഒരു സ്വഭാവമൊന്നും കേട്ടോ. ഞങ്ങൾ ഹൃദയത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെ പുറത്ത് കാണിക്കാറുണ്ട്. അല്ലാണ്ട് ഉള്ളിൽ വെച്ചിട്ട് പെരുമാറുന്ന ഒരു ശീലക്കാരല്ല നമ്മളുടെ ജില്ലക്കാര്. അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്ന എന്താ അത് നമ്മൾ റിയാക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ഹാർഡായിട്ടൊക്കെ ഫീൽ ചെയ്യാം. പക്ഷെ ഞങ്ങൾ മനുഷ്യരാണ്. അല്ലാണ്ട് ഞങ്ങൾ കാട്ടിലൊന്നും ജനിച്ച് മൃഗങ്ങളോട് ജീവിച്ച് ശീലമുള്ള നാട്ടുകാരൊന്നുമല്ല. നമ്മളും മനുഷ്യത്വമുള്ളവരാണ്. ഒരുത്തം വീണ് കിടന്നു കഴിഞ്ഞാൽ അവനെ സഹായിക്കണമെന്നുള്ള മനസ്സും ധൈര്യവും എല്ലാം ഉള്ളവരാണ് നമ്മൾ. പല ജില്ലകളിലും പല സന്ദർഭങ്ങളിലും പല മനുഷ്യരുണ്ടാവും. അവരുടെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും എടുത്തു പറയുമ്പോൾ ഒരു ജില്ലയെ കുറ്റം പറഞ്ഞ് ജില്ലയിലുള്ള എല്ലാ മനുഷ്യരും നശിക്കുന്ന തരത്തിലൊക്കെ ഒരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്ക് ഒരു മര്യാദ അത് കാണിക്കാം. നിങ്ങൾ കാണിക്കാറില്ല. വീണ്ടും ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. മാറ്റം നല്ലതായിരിക്കും.